കൊച്ചുമകൾ കൊന്നത് അവർക്ക് എന്താണ് കിട്ടിയത്? അവർക്ക് അവൻ എന്താണ് കിട്ടിയത്? കടം തീരുമോ? തീരുമോ? കടം തീരില്ല. സൂഹിക്കണം, അവർക്ക് സൂഹിക്കണം, പെണ്ണുങ്ങൾക്ക് സൂഹിക്കണം. ആണുങ്ങൾ എന്തും കട്ടിക്കുന്നില്ല, ആണുങ്ങൾക്ക് വേറെ വഴിയില്ല. ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആണുങ്ങൾ പ്രത്യേകമുള്ളൂ. ആണുങ്ങൾ ഒരു പെണ്ണെടുത്ത് മിണ്ടിയ അതിന് കുറ്റം, ഒരു പെണ്ണെടുത്ത് സംസാരിച്ച അതിന് കുറ്റം. പക്ഷെ പെണ്ണുങ്ങൾക്ക് എല്ലാം ആവാം, ഈ ലോകത്ത് പെൺകുട്ടികൾ എല്ലാം ആവാം, ആയിക്കൂടെ? അവർക്ക് അടുത്ത് മിണ്ടാൻ, ചിരിക്കാൻ, മിണ്ടാം. പക്ഷെ നമ്മൾ തിരിച്ച് നമ്മൾ ആണുങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉടനെ പീഡനം, ഉടനെ അടി, നമ്മളെല്ലാം അകത്താവുക. കാര്യം ഇപ്പം തന്നെ കുറേ കാര്യം അറിഞ്ഞു. ഒരു പെണ്ണ് പിടിപ്പിക്ക് കൊടുക്കണില്ലേ? ഒരു പെണ്ണ് അറിവില്ലാതെ ഒരു പെണ്ണ് ഒരാളെ പിടിപ്പിക്കുമോ? ഒരു 5-6 വർഷം പറയും. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 60 രൂപ പീഡിപ്പിച്ച് ഇത്രയും വർഷം ഞാൻ കൊച്ചറിഞ്ഞില്ലേ? പിടിപ്പിച്ച കാര്യം അറിഞ്ഞില്ലേ? ആദ്യം പിടിപ്പിക്കുന്നതിനെ പറയും, സാറ് ഇന്നലെ പിടിപ്പിച്ചു പറയുമല്ലോ. ഇത് ഒരു 5-6 ഒരു എത്ര 60 പിടിപ്പിച്ചു അവള്. അപ്പോഴാണ് അവൾ അറിഞ്ഞത്, അവൾക്ക് ബോധം വന്നത്. ഇതാണോ പെണ്ണ്? രണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നുപോലെ ഞാൻ കിട്ടണം. പെണ്ണ് തെറ്റ് തന്നെ. പക്ഷേ സ്റ്റേഷനിൽ പോയി ഒന്നും കാര്യമില്ല, അവരെല്ലാം പെണ്ണുങ്ങളെ സ്ഥലത്തേക്കുള്ളൂ, ഇല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ കൊലപാതകം എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളെ നേരിട്ട് അറിയാമോ? എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് വർഷാപ്പിൽ. അതിലുണ്ട്. ആളെങ്ങനെയാണ്? ആള് ഒരു മന്ദബുദ്ധി. ഒരു മൊബൈൽ കൊടുത്താൽ വാട്സപ്പ് ചെയ്തത് ഇത് അവൻ്റെ നമ്പർ പോലും അവനറിഞ്ഞൂടാ. ആ കൊച്ചി ഒരിക്കലും ചെയ്യൂല, ഉറപ്പ്. അത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ മന്ദബുദ്ധി. കാരണം ആ കൊച്ചിനെ അവനാണ് മിക്ക ദിവസം എടുത്തു നടക്കണം, ഉമ്മ വച്ച് കൊണ്ട് നടക്കണത്. ഇവിടെ അവൻ്റെ അച്ഛനും അമ്മയും നിൽക്കും, അവൻ്റെ അച്ഛനും അപ്പച്ചനും അവിടെ നിൽക്കും. എന്നിട്ട് അവരാണ് ചെയ്യണത്. അവനാണ് കുറ്റം ചെയ്തെന്ന് ഏറ്റെടുത്തെങ്കിൽ അവന് മാനസികമുള്ള പരിഗണന. അടുത്ത കോടതി പോകുമ്പോൾ അവൻ ഇറക്കിക്കൊണ്ട് പുല്ലുവലഞ്ഞ് കൊണ്ടുവരും. എങ്ങനെ ഇവന് പുല്ലുവല കൊണ്ട് ഇറക്കി വരും. പക്ഷേ ഇവർ ഈ നിൽക്കുന്ന ഈ സ്ത്രീ, ഈ പറഞ്ഞ ഇവളെ അമ്മ എന്ത് മരിക്കരുത്? അപ്പോൾ അവർ ഇവര് പേടിയുണ്ടോ? ആ കൊച്ചു മരിച്ചു, എന്ത് അവളെ മരിക്കരുത്? ഈ തള്ള കിടന്ന് കിടച്ചില്ല അങ്ങനെ കെട്ടിപ്പിടിച്ച്, എന്ത് തള്ള മരിക്കരുത്? മോള് പോയി, അല്ല കൊച്ചു പിള്ള പോയി, എന്ത് മരിക്കരുത്? കൂടെ മരിക്കരുത്? അപ്പം അവരൊരു ജീവൻ അവർക്ക് പേടിയുണ്ടല്ലേ? ഉണ്ടല്ലേ? ഇല്ലെങ്കിലേ ഒരു കാര്യം, എൻ്റെ മോള് മരിച്ച് കൂടെ മരിക്കുക, അല്ലെ അവൾ കൂടെ ആത്മഹത്യ ചെയ്തെങ്കിലേ സമ്മതിച്ചവളാണ്, അല്ല പെണ്ണ്. ഇത് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഇനിയും ജീവിക്കണം. മക്കളല്ലെങ്കിൽ അച്ഛൻ അമ്മ ചെത്താലും അവൾക്ക് ജീവിക്കണം. അത് നടക്കാത്ത കാര്യം. ഇപ്പോൾ നാട്ടുകാരെന്നില്ല നിങ്ങൾക്ക് ആരാണ് സംശയമുള്ളത്? എനിക്ക് സംശയമായിട്ട് എനിക്കങ്ങനെ സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആയിട്ട് ആരുമില്ല. എങ്കിലും എല്ലാവരും ഇടത്ത് മിണ്ടും. ഞാൻ അങ്ങനെ ആരും മിണ്ടാൻ പോകില്ലെങ്കിലും ഇത് വലിയ പിടിച്ച സംസാരിച്ചാൽ മിണ്ടും. പക്ഷേ എനിക്ക് ആ പെണ്ണിനെ, ആ പയ്യൻ ചെയ്യുന്ന എനിക്ക് ആ പെണ്ണിനെ തള്ളാൻ എനിക്ക് കാര്യം നമ്മളത് ഓരോ കാര്യം പറയുമ്പോഴേ ഞങ്ങളെ തന്നെ സംശയിച്ചു പോകണം. എങ്ങനെയാ കാര്യം? നിങ്ങൾ ഇപ്പോൾ വന്നിരുന്ന വേണ്ടി എന്നെ നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞോളാം. നിങ്ങൾ ചേട്ടാ വീഡിയോ വരുമോ എന്ന് ചോദിച്ചു. ഇതുപോലത്തെ സ്നേഹം. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇവളാണ് ചെയ്തെങ്കിൽ ഇല്ല, ഇവക്ക് 56 ലക്ഷം രൂപ എങ്ങനെ കടമെന്ന് ചോദിക്കട്ടെ. എങ്ങനെ കടമെന്ന്? വീട് വെച്ചോ? മക്കളെ വെച്ചോ? വോട്ട് എന്നാ കൊച്ചിനെ കൊന്ന് എന്തിനാവശ്യത്തിന്? ഏതെങ്കിലും പെണ്ണിനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആരെങ്കിലും ആ കൊച്ചിനെ തുമ്പ വെച്ച് അവർ വളർന്നു വരുന്നത്. അത് നല്ല അടിപൊളി കുട്ടി, നല്ല രസമാണ് കാണാൻ. കുട്ടിയുടെ അമ്മേനെ അറിയാമോ? നേരിട്ടറിയാമോ? നേരിട്ടറിയാം, പരിചയമുണ്ട്. എങ്ങനത്തെ ഒരു ഈ പൈസ ഒരുപാട് കടമൊക്കെ വാങ്ങിച്ച് വേറെ നേരെ വഴിയിലല്ല ജീവിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പൊതുവെ എനിക്കറിയില്ല. അങ്ങനെ നിങ്ങളെ നാട്ടുകാരൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അതിന് ശരിവെക്കുന്നുണ്ടോ? പിന്നെ അങ്ങനെ ഉള്ള സംസാരത്തിൽ നമ്മൾ മിണ്ടൂല. എൻ്റെ വീട്ടിൽ കുറേ ദിവസം നിന്നു പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അവിടെ ഒരു കാമ്പുറത്തൊരു പയ്യനോടുള്ള ചെറിയ പ്രശ്നത്തിൽ കൊച്ചിനെ എൻ്റെ വീട്ടിൽ കൊണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ട് പിന്നിലാണ് നേഴ്സറി. അവിടെ ഇവളമ്മ ആയിട്ട് വരുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ ആക്കിയിരുന്നു. ഇപ്പോഴേ നമുക്ക് അറിഞ്ഞല്ലോ, കൊച്ചല്ലേ ഇത്ര ഇത്രേ. അപ്പോൾ നമുക്ക് അറിഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കിവിടെ പോലെ ജീവിയൊക്കെ ജീവിയൊക്കെ കാണാം. പിന്നെ ഞാൻ അറിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇത് അവിടെ ഒരു പയ്യൻ്റെ കൂടെ പോയിട്ടാണ് ഈ കൊച്ച് അപ്പക്ഷനാക്കിയിട്ടാണ് വീട്ടിലുണ്ടാക്കിയത്. അപ്പോഴാണ് 16-17 വയസ്സിൽ അപ്പോഴാണ് ഈ കൊച്ചിനെ ഇവിടെ ഉണ്ടാക്കിയത്. എന്നിട്ട് ആർത്ത് പിന്നെ ഒരു കല്യാണം കഴിച്ച് കൊടുത്തു. പക്ഷേ ആ ഭർത്താവിന് അങ്ങനെ അടിക്കും. പക്ഷെ അങ്ങനെ ആൾ പോകാം ഡീസൻറ്റ്. ഇവിടെ വന്നിട്ട് ആരും ചീത്ത വഴക്കമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഒരാണ്ടിലിരിക്കുന്ന ചീത്തയും കളിയായിരുന്നു. പക്ഷെ അങ്ങനെ ഡീസൻറ്റ് ഇന്നിങ്ങനെ അങ്ങനെ കാര്യം. പക്ഷെ അങ്ങനെ കരുവാക്കാൻ അങ്ങനെ ഇന്ന ദിവസം തന്നെ ഇവർ ഈ വേദന കാര്യമുണ്ടോ? പുള്ളിനെ കരുവാക്കാൻ വേണ്ടിയാണെന്നാണ് ഇപ്പം. മാത്രമേ ഉള്ളൂ കാര്യം. അങ്ങനെ വന്ന ദിവസം അങ്ങനെ മറ്റേ അങ്ങനെ അവരാ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 16
അന്ന് ആ കലോത്സവം ഇങ്ങനെ വന്നിവിടെ നിന്നു അല്ല അങ്ങനെ വരുമോ അങ്ങനെ വന്നാലും എന്നെ കണ്ടാലും ആ ചേട്ടാ നീ തരാൻ പോകും. പക്ഷേ ഇത് മനഃപൂർവ്വം അങ്ങനെ പുറത്ത് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു ആലോചന. പക്ഷെ അത് നടന്നില്ല. അത്യാവശ്യമൊക്കെ അവരൊക്കെ എല്ലാം ഇത് അവർ ചെയ്തപ്പം അങ്ങനെ തന്നെ കരഞ്ഞില്ല. പക്ഷെ അങ്ങനെ കണ്ടിരുന്ന ആ ദുഃഖം നമുക്കറിയാം. അങ്ങനെ കാര്യമായി ദുഃഖം കരയില്ല, മനസ്സിൽ അടങ്ങി പിടിക്കും അല്ലേ, പിടിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും ഇല്ലേ. നമ്മൾ ആരുടെ മുമ്പിലും നമ്മൾ കരയില്ല, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദുഃഖത്തോടെ കരയും ഇല്ലേ. അതുപോലെ പക്ഷേ ഇത് എൻ്റെ പൊന്നേട്ടാ, ഞാൻ ജനിച്ച അന്നോട്ട് ഇതുവരെ പെണ്ണുങ്ങൾ ഓടിപ്പോയിട്ടുണ്ട്, ഇവിടെ അടിവിട്ടുണ്ട്, ഇടിയെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഈ കൊച്ചിനെ കരുതുന്നത് ഈ നമ്മളെ എൻ്റെ ഈ ഭാഗത്തിൽ ഇത് ആദ്യമായിട്ട്. ബാക്കി ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പണങ്ങി പോയിട്ടുണ്ട്, അടിവിട്ടുണ്ട് ഇല്ല, പക്ഷേ ഇത് ആദ്യമായിട്ട് സഹിക്കാൻ പറ്റാതെ കൊച്ചായുണ്ട്. വലിയ നമുക്ക് പക്ഷേ അപ്പം എന്തായാലും മെഡിക്കലല്ല, ഇത് ഇനി എത്രയോ വർഷം ജീവിക്കണം കൊച്ച് അല്ലേ. അവർക്ക് കല്യാണം കഴിയണം, ചേട്ടനോട് ജീവിക്കണം, നല്ല വെറുതെ അടുത്തോട് ജീവിക്കണം, എന്നൊക്കെ സ്കൂളിൽ പോകണം എന്നൊക്കെ അങ്ങനെ കൊച്ചിനാണല്ലേ. എന്തിനാണല്ലോ അങ്ങനെ കെട്ടിയത്? അപ്പോൾ ഇവളൊക്കെ എന്ത് ചെയ്യണം? കൊല്ലല്ലേ, കൊല്ലല്ലേ, നരക്കണം. നരക്കിയിട്ട് കൈ കാലിൻ്റെ ഇവിടെ നക്കി തിരണം ചോറ്. ആരെ വാരി കൊടുക്കുക. അപ്പോഴേ അവള് മനസ്സിലാക്കും ഞാൻ ചെയ്ത തെറ്റ് എന്താണ്. അവൾ അപ്പം മനസ്സിലാക്കും ഇല്ലേ. രണ്ട് കൈയും കാര്യം അടിച്ചു കൊടുക്കും. നടക്കല്ലേ ഇവിടെ ഏടഞ്ഞിടഞ്ഞ് ചോറും ആകെ നക്കി തിരണം, നക്കി തിരണം. അപ്പോഴേ അവള് അപ്പം ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് ഇന്ന് കിട്ടിയത് ഇല്ലേ. അത്ര ചെയ്യാവോ? അങ്ങനെ ചെയ്യാം. അല്ലെ ഇവിടെ കോടതി പേരുന്നില്ല. അവർക്ക് അവിടെ ജാമ്യം, ഇവിടെ ജാമ്യം, അത് കാര്യമില്ല. ഏത് കോടതി അവിടെ അവർക്ക് ജാമ്യം? ഇപ്പം മറ്റേ ഭീഷ്മ പെണ്ണെ കൊന്ന് അവൾ പറഞ്ഞിട്ടില്ലേ 38 ദിവസം ഇറങ്ങി വരുമെന്ന്. എന്തിന്? ആ ചെറുക്ക അനുഭവിച്ച ആ വേദന, വീട്ടുകാരുടെ വേദന അവൾ അത്രയും മാത്രം സ്നേഹിച്ചു. എന്നിട്ട് അവൾ ചെയ്തതാ, ഈ പെണ്ണ് ചെയ്തതാ.